ഈ നിമിഷം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലും സംഘർഷം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സമ്പൂർണ്ണമായി അടച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നുഴഞ്ഞുകയറ്റ ശ്രമം അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനകത്തേക്ക് ഇതേ തുടർന്ന് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഹിൽസിലും കറാച്ചിയിലും 2 മാസത്തേക്ക് രാത്രി കർഫ്യൂ അവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ബംഗ്ലാദേശിൽ നിന്നും ഷെയ്ഖ് ഹസീന പുറത്തു പോയതിന് പിന്നാലെ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ യൂനസിന്റെ തണലിൽ അവിടെ താവളം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. പാകിസ്ഥാന്റെ ISI ബംഗ്ലാദേശിൽ കാലുകുത്തുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഈ ചാര സംഘടന ബംഗ്ലാദേശിൽ തീവ്രവാദികളെ വളർത്തി ഇന്ത്യയിലേക്ക് കയറ്റിവിട്ട് ചാവേർ സ്ഫോടനങ്ങൾ നടത്താനുള്ള തീരുമാനമായിരുന്നു ആ സമയത്ത് എടുത്തിരുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്ത് തന്നെയായിരുന്നാലും അവിടെയുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദത്തെ വളർത്തി അൽ ഖ്വയ്ദ പോലെ വലിയൊരു ഭീകര സംഘടനയാക്കാനാണ് അവർ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാർത്ത അവിടെ നിന്നും നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനായി ഈ നുഴഞ്ഞുകയറ്റ ശ്രമത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഇന്ത്യ ഹിൽസിലും കറാച്ചിയിലും 2 മാസത്തേക്ക് രാത്രി കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വേറൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം, ഈ അവസരം മുതലെടുത്തുകൊണ്ട് നമ്മുടെ ചിക്കൻ നെക്കിന് നേരെയുള്ള ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഒരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നു. അതേ തുടർന്ന് അവിടെയും വലിയ രീതിയിലുള്ള സുരക്ഷ ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ആ പ്രദേശങ്ങളിൽ രാത്രി കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 6-ന് അതിർത്തി സുരക്ഷാ സേന BSF 4 ബംഗ്ലാദേശി പൗരന്മാരെയാണ് നുഴഞ്ഞുകയറ്റത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനുശേഷം മേഘാലയയിലെ ഈസ്റ്റ് ഖാസി ഹിൽസ് ജില്ലയിലെ ജില്ലാ മജിസ്ട്രേറ്റ് RM കൂർബ കുന്നിൻ പ്രദേശങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ കാച്ചാർ ജില്ലയിലെ കർഫ്യൂ ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2 മാസത്തേക്ക് ജില്ലയിൽ രാത്രി കർഫ്യൂ പ്രാബല്യത്തിൽ വരുമെന്നാണ് കുർബ അറിയിച്ചിരിക്കുന്നത്. ഹിൽസ് ജില്ലയുടെ 5 കിലോമീറ്റർ അതിർത്തിയിൽ 2 മാസത്തേക്ക് രാത്രി കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2025 മെയ് 8 മുതൽ അടുത്ത 2 മാസത്തേക്ക് രാത്രി 8 മുതൽ രാവിലെ 6 വരെയും കർഫ്യൂ ഏർപ്പെടുത്താൻ ജില്ലാ മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ അനധികൃതമായി പ്രവേശിച്ച 4 ബംഗ്ലാദേശി പൗരന്മാരെ പിടികൂടിയിട്ടുണ്ട്. ഈ കർഫ്യൂ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അസമിലെ കാച്ചർ ജില്ലയിലും കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നു. അസമിലെ കാച്ചർ ജില്ലയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ അതിർത്തിയിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ രാത്രി കർഫ്യൂ ഏർപ്പെടുത്താനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങൾക്ക്, പ്രത്യേകിച്ച് നേരത്തെ നുഴഞ്ഞുകയറ്റമോ കള്ളക്കടത്തോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങൾ ഈ ഉത്തരവ് ബാധകമായിരിക്കും. രാത്രിയിൽ മത്സ്യബന്ധനം, ബോട്ടിംഗ്, മറ്റു പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഭരണകൂടത്തിന്റെ അനുമതിയും നിർബന്ധമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീന പുറത്തായി, അവിടെ വലിയ ആഭ്യന്തര കലാപം ഉണ്ടായി. അവിടെ യൂനസ് അധികാരത്തിലേറ്റപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പലതരത്തിലുള്ള കണ്ടെയ്നറുകൾ ബംഗ്ലാദേശിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഈ കണ്ടെയ്നറുകൾ യാതൊരുവിധ പരിശോധനയും കൂടാതെ തുറമുഖം കടത്തിവിടാനായി പാകിസ്ഥാന്റെ തന്നെ കസ്റ്റംസ് ഓഫീസർമാരാണ്, ആവേശത്തിലാണ് അവിടെ കസ്റ്റംസ് ഓഫീസർമാർ നിന്നത് എന്നുള്ള ആരോപണം വലിയ രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം യൂനസിന്റെ അറിവോടുകൂടെ തന്നെയാണ് എന്നുള്ളതാണ്. ഈ കണ്ടെയ്നറുകളിൽ കൊടും ഭീകരവാദികൾ ബംഗ്ലാദേശിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. അവർ ബംഗ്ലാദേശിൽ നിന്നും നമ്മുടെ അതിർത്തി വഴി നമ്മുടെ രാജ്യത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ആ സമയത്ത് പുറത്തു വന്നിരുന്നു. വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഉടലെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.